ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മെർലി. വെൽക്കം ടു മൈ ചാനൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും. സോ നിങ്ങൾക്ക് SBIയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എല്ലാ ബാങ്കുകൾക്കും സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ SBIക്കുള്ള ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷനാണ് യോനോ SBI ലൈറ്റ് അല്ലെങ്കിൽ യോനോ SBI എന്ന് പറയുന്ന രണ്ട് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ബാലൻസ് എൻക്വയറി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്കൊരു മിനി സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇത്ര ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാഷ്, അതായത് വേറൊരാൾക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് വിതിൻ മിനിറ്റ്സുകൾക്കുള്ളിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന സ്പെഷ്യൽ ഫീച്ചറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ക്യാഷിന് ആവശ്യം വന്നു, പക്ഷേ നിങ്ങളുടെ കയ്യിൽ SBIയുടെ കാർഡില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് കാർഡ്ലെസ് ട്രാൻസാക്ഷൻ ആണ്. അതായത് ATM കാർഡ് യൂസ് ചെയ്യാണ്ട് നമുക്ക് ATMൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. SBI കാർഡ് യൂസ് ചെയ്ത് നമ്മൾ ATM ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാർജസ് ഇല്ലാണ്ട് 5 തവണ മാത്രമാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ എങ്ങനെയാണ് കാർഡ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ATM ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക? അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നിങ്ങളുടെ കൈവശം ATM കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കാർഡ്ലെസ് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയും. അതിൻ്റെ മിനിമം നമ്മൾ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് 500 റുപ്പീസാണ്. നമുക്ക് 20,000 വരെ പെർ ഡേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ATM കാർഡ് ഇല്ലാണ്ട് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ യോനോ ലൈറ്റ് SBI എന്ന് പറയുന്ന ആപ്പ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് യോനോ ക്യാഷ് വിഡ്രോവൽ കൊടുക്കുക. ദെൻ നമ്മൾ റിക്വസ്റ്റ് യോനോ ക്യാഷ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ടാവും. നമ്മുടെ തന്നെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം വിഡ്രോ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മിനിമം 500 എങ്കിലും എൻ്റർ ചെയ്യണം. മാക്സിമം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക 20,000 ആണ്. അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്കൊരു 6 ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് വരും. അവിടെ നിങ്ങൾ 6 ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്യുക. ഇത് നമ്മൾ ATMൽ ചെന്നിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു പിൻ നമ്പറാണ്. അത് നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു SMS ആയിട്ട് ഒരു 6 ഡിജിറ്റ് പിൻ വരുന്നതാണ്. അപ്പം ആ ഡിജിറ്റ് പിന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പിൻ നമ്പറാണ്. അതായത് നിങ്ങൾ ATMൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്ത 6 ഡിജിറ്റ് നമ്പറും അതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള 6 ഡിജിറ്റ് നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വേണം ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ OTPയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 4 hours ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടൈം എക്സ്പയർഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്